ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ആളുടെ മെസ്സേജസ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ആ ഭയങ്കര ഈഗോയുള്ള ആളാണ്. ഓക്കെ, ഈഗോ അതായത് ചിലപ്പോ നല്ല രീതിക്ക് നിങ്ങൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കോ ഈഗോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവര് വന്ന് എന്നെ വിളിക്കട്ടെ, ഇവര് വന്ന് വിളിക്കട്ടെ, ഞാൻ എന്തിനാ താഴ്ന്നു കൊടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡുള്ള ആളുകളായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. അല്ലെങ്കിൽ അവര് വന്ന് സംസാരിക്കട്ടെ, ഇവര് വന്ന് സംസാരിക്കട്ടെ, പുള്ളി ഇപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളിയാണെന്ന് പറയില്ല, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുകാരി, നിങ്ങൾ തെറ്റുകാരൻ, അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയുള്ളൂ. അല്ലെങ്കിൽ പുള്ളിയുടെ ഐഡന്റിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പുള്ളി പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ന്യായീകരിച്ച് ഇതാക്കും. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു മനുഷ്യനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യത്തെ ആയിരിക്കും. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ആണെന്ന് സ്വന്തമായിട്ട് ഏറ്റെടുക്കേണ്ടി വരും. പല തെറ്റുകൾ അത് ചിലപ്പോൾ നിങ്ങളുടെ മേലിൽ കെട്ടിവെക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പുള്ളി എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സമ്മതിച്ചു തരൂലായിരിക്കും. അല്ലെങ്കിൽ അവർ വരട്ടെ, ഞാൻ എന്തിനു പോകണം, അങ്ങനെയൊക്കെയുള്ള മൈൻഡുള്ള ആളുകളും ആയിരിക്കും. കൺവേഴ്സേഷൻ, ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. ബ്ലോക്കിംഗ് സിറ്റുവേഷനോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെന്റലി ഫിസിക്കലി ഒക്കെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മച്ചമ്പി ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഒന്ന് വിളിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോയിസ് കേൾക്കണം, അങ്ങനെയൊക്കെ. ആബ്സെൻസ്, ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിംഗ് വിത്തൗട്ട് യു. നെഗ്ലക്റ്റഡ്, ഐ ഫെയിൽഡ് ടു ഗിവ് യു വാട്ട് യു നീഡ്. അതായത് പുള്ളി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആബ്സെൻസ് പുള്ളിനെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിനെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അലട്ടുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാര്യങ്ങൾ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പുള്ളിനെ കൊണ്ട്, ചിലപ്പോൾ പുള്ളിയുടെ ഒരു സ്നേഹമായിരിക്കാം, സാമീപ്യമായിരിക്കാം, പുള്ളിയുടെ ഒരു ടൈം ആയിരിക്കാം, പുള്ളിയുടെ അറ്റൻഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടേതായിട്ടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും പല കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് വേണ്ട സമയത്തൊന്നും, നിങ്ങൾ ആഗ്രഹിച്ച സമയത്തൊന്നും ചെയ്തു തരാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അൺഅപ്രീഷിയേറ്റഡ് മെന്റ്, ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡ് നോട്ട് കെയർ ആൻഡ് മെന്റ് ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. അതായത് ഇപ്പൊ പുള്ളിനെ ഇട്ട് അല്ലെങ്കിൽ പുള്ളിക്കാരത്തിനെ ഇട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ നല്ല രീതിക്ക് ജീവിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇതൊന്നും ഒരു കൂസലും ഇല്ലാതെ നിങ്ങൾ നല്ല രീതിക്ക് അവിടെ നിങ്ങളുടേതായിട്ടുള്ള പരിപാടിയിലൊക്കെ നടക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, അപ്പൊ ഞാൻ പോയാലും നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലേ എന്നൊക്കെയുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ ഞാനാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്ന്, അല്ലെങ്കിൽ ഞാനാണ് നിങ്ങളുടെ എല്ലാം എന്ന് നിങ്ങളെ പറഞ്ഞിട്ടും ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലേ, നിങ്ങൾ എല്ലാ രീതിയിലും ജീവിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളും പല ആളുകളും പറഞ്ഞറിയുന്നുണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിച്ച് ഈ കരഞ്ഞ് കാല് പിടിക്കുന്നതൊക്കെ നിർത്തിയിട്ടുണ്ടാകാം, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് താനില്ലെങ്കിൽ എനിക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ടാകാം. അപ്പൊ ഇങ്ങേരും അല്ലെങ്കിൽ ഈ പുള്ളിക്കാരത്തെ മനസ്സിലാക്കുന്നു, അപ്പൊ ഞാനില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല ഇയാൾക്ക്, അങ്ങനെയൊക്കെ. മെന്റ്, ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. അതായത് അറിയാലോ അതിന്റെ അർത്ഥം.
ഇൻസെപ്പറബിൾ. അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡിസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. നിങ്ങൾ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മിണ്ടുന്നുണ്ടാവില്ല, സംസാരിക്കുന്നുണ്ടാവില്ല, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു കണക്ഷനും ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ എബ്രോഡ് ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ, നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞവരായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് ഡാമേജ്, അതായത് നിങ്ങളുടെ ഹൃദയത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് തന്ന് പോയ ആളുകളായിരിക്കാം. പക്ഷേ എത്ര ലോങ് ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിലും അവർ ലവ് ഈസ് ഓൾവേസ് ദയർ. ഓക്കെ. Soul contract. The love is I learned from us will never be forgotten. Unfinished business. Will we still have things to resolve and discuss? അതായത് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പുള്ളിക്ക് ഈ നിങ്ങളുമായിട്ടുള്ള ലവ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ പുള്ളിക്ക് പല രീതിയിലും പല കാര്യങ്ങളും ഒരു ലെസൺ ആയിട്ട് പുള്ളി അത് പഠിച്ചെടുത്തിട്ടുണ്ടാകാം. ചിലപ്പോൾ പുള്ളി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. പല രീതിയിലുള്ള ഒരു ജീവിത പാഠങ്ങളൊക്കെ ആയിട്ട് മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളും ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം. മനസ്സിനും അല്ലെങ്കിൽ ശരീരത്തിനും, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഫിസിക്കലി ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടാകും. ഒരുപാട് ലെസൺസ് ഇതിൻ്റെ അകത്ത് രണ്ടുപേരും പഠിച്ചു അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി ഒരുപാട് ലെസൺസ് പഠിച്ചിട്ടുണ്ട്, അതൊന്നും മറക്കാൻ കഴിയുന്നില്ല. അൺഫിനിഷ്ഡ് ബിസിനസ്. വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. അതായത് അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇത് ബിസിനസിന്റെ കാര്യമൊന്നുമല്ല. ഓക്കെ. അതായത് ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്, അതാണ് മച്ചമ്പി ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാം ചിലപ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടിയിരുന്ന് സോൾവ് ചെയ്യേണ്ട പല കാര്യങ്ങളും പല രീതിയിലുള്ള പല പ്രവൃത്തികളും ഉണ്ട്, അത് ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല. അണ്ടർസ്റ്റാൻഡിങ്. ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. അതായത് നിങ്ങൾ എങ്ങനത്തെ വ്യക്തിയാണെന്ന് അറിഞ്ഞ് സ്നേഹിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കഥകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സ്റ്റോറിയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ വിഷമഘട്ടത്തിൽ ഇരുന്നപ്പോൾ ഈ വ്യക്തി അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അവഗണിച്ച വ്യക്തിയായിരിക്കും. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് പതിയെ സ്ലോലി കയറി പിന്നെ നിങ്ങൾക്ക് അവഗണിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വ്യക്തി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടാകാം. കാരണം ഇപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള പല സ്റ്റോറീസും പുള്ളിക്ക് കാണാൻ പറ്റുന്നുണ്ട്, കാണാനൊക്കെ പറ്റും. അപ്പൊ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാന്നിട്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം. തിങ്സ് ഡിഡ് നോട്ട് ഗോ ദ വേ ഐ പ്ലാൻഡ്. മച്ചമ്പി വിചാരിച്ച പോലെ അല്ല പല പരിപാടികളും കടന്നുപോയിക്കൊണ്ടിരുന്നത്. പുള്ളി വിചാരിച്ചിരുന്നത് എന്താ പറയാ, ഈസി ആയിട്ടുള്ള പരിപാടിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ പല രീതിയിലും പല വിധത്തില് കൊതിപ്പിച്ചിട്ട് കടന്നു കളയാമെന്നൊക്കെയാണ് വിചാരിച്ചത്, അല്ലെങ്കിൽ നൈസായിട്ട് അങ്ങനെ നിൽക്കാന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ പുള്ളി പ്ലാൻ ചെയ്ത പോലെ അല്ല പരിപാടികളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പുള്ളി പ്ലാൻ ചെയ്ത ഒരു കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിൽ നിന്ന് വന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണ്. ചിലപ്പോൾ നിങ്ങളെ വേറെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകാം. പുള്ളി നിങ്ങൾ രണ്ടുപേരും വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളല്ല, അതിന്റെ നടുക്ക് വേറൊരു കാര്യം വന്ന് ബുദ്ധിമുട്ടി അത് കുളമാക്കിയെന്നാണ് ഇതിന്റെ അർത്ഥം. ഡാമേജ്. വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. അതായത് നിങ്ങൾ എങ്ങനെയാണോ വിഷമിക്കുന്നത് പുള്ളിക്ക് ആ ഒരു രീതിയിലുള്ള വിഷമമുണ്ട്. തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ തേർഡ് പാർട്ടി ആകാം, ഒരു വ്യക്തി തേർഡ് പാർട്ടി ആകാം, പാരൻസ്, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ആളുകൾ തേർഡ് പാർട്ടി ആകാം, വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഇതിൻ്റെ അകത്ത് തേർഡ് പാർട്ടി ആകാം. ഈ തേർഡ് പാർട്ടിയാണ് കൂടുതൽ ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, നമുക്ക് വേറൊരു ഡെക്കിൽ നിന്ന് മെസ്സേജസ് എടുത്ത് നോക്കാം.
ഉം. 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 ഏ ഓക്കെ. ഐ ആം ബ്ലോക്ക്ഡ്. പുള്ളി ബ്ലോക്ക് ആണെന്ന്. സെക്സ് വിത്ത് യു ദ പാഷൻ ഈസ് ടു മച്ച് വൈ കാൺട്ട് ഐ മൂവ് ഓൺ ഫ്രം യു. അതായത് നിങ്ങളോടുള്ള പാഷൻ ഭയങ്കരമായിട്ടിരിക്കുകയാണ് നിങ്ങളോട്. ചിലപ്പോൾ നിങ്ങൾ ഫിസിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ. വൈ കാൺട്ട് ഐ മൂവ് ഓൺ ഫ്രം യു. നിങ്ങളുടെ അടുത്തുനിന്ന് എന്തുകൊണ്ടാണ് പുള്ളിക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത്? യു ഡിസേർവ് ബെറ്റർ. അതായത് പുള്ളിക്കാരത്തി അല്ലെങ്കിൽ പുള്ളിനേക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള ആള് നിങ്ങൾ ഡിസേർവ് ആണ്, അല്ലെങ്കിൽ നിങ്ങളത് ഒരു അർഹയാണ്, നല്ലൊരു വ്യക്തിനെ നിങ്ങൾ അർഹയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ ക്രൈ അറ്റ് നൈറ്റ്. അതായത് പുള്ളിക്കാരത്തി അല്ലെങ്കിൽ നിങ്ങളുടെ പുള്ളിക്കാരൻ രാത്രി കാലങ്ങളിൽ കരയുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ഓർത്തായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച കാര്യങ്ങൾ ഓർത്തായിരിക്കാം രാത്രി കാലങ്ങളിൽ കരയുന്നു. വൈ കാൺട്ട് ഐ ടെൽ യു ദ ട്രൂത്ത്. അത് പുള്ളിനോട് തന്നെ ചോദിക്കേണ്ടതാണ്. പ്ലീസ് ഡു വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യുവർ ഹേർട്ട്. അതായത് നിങ്ങളുടെ ഹൃദയത്തില് നിങ്ങളുടെ മനസ്സിന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ മനസ്സിന് തോന്നുന്ന നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഐ ഡോണ്ട് നോ വേർ ടു സ്റ്റാർട്ട്. അതായത് ഒരു ഈഗോ ഉണ്ടാവുമല്ലോ, ഞാൻ തുടങ്ങണോ, നീ തുടങ്ങണോ, ഞാൻ വരണോ, നീ വരണോ എന്നും പറഞ്ഞ് ഇപ്പൊ തന്നെ പോയി മെസ്സേജ് അയച്ച് നാണം കിട്ടണമെന്നല്ല കേട്ടോ. ഐ ഡോണ്ട് നോ വേർ ടു സ്റ്റാർട്ട്. എനിക്ക് ഇതെങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. നിങ്ങളുടെ കോക്കിരിയൊക്കെ കാണിച്ച് കൊഞ്ഞനം കുത്തിപ്പോയ ടീമായിരിക്കും. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇനി എങ്ങനെ വരും? അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടായിരിക്കും. ഐ ആം ദ മാൻ. ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. ചിലപ്പോൾ പുള്ളി മാത്രമായിരിക്കില്ല കേട്ടോ, ഈ കാണുന്ന ആളുകളും ചിലപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ആൽക്കഹോളോ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാകാം. അത് തൽക്കാല സന്തോഷമല്ലാതെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും തരില്ല. ഓക്കെ. അത് മനുഷ്യനെ കൊല്ലുമെന്നല്ലാതെ വേറെ ഒരു പരിഹാരം അതിൻ്റെ അകത്തില്ല. അതിന്റെ പുറകെ പോവാതിരിക്കുക. കാരണം വ്യക്തികൾ പോയതിന്റെ പേരിൽ നമ്മൾ മറ്റുള്ള ഡ്രഗ്സ്, ആൽക്കഹോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എത്ര കരകയറണമെന്ന് വിചാരിച്ചാലും കരകയറാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് ദൈവത്തോർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോയി പെടാതിരിക്കുക. വിൽ ദിസ് പെയിൻ എവർ സ്റ്റോപ്പ്. ഇപ്പൊ അനുഭവിക്കുന്ന പെയിനൊക്കെ മാറില്ലേ? എപ്പോഴെങ്കിലൊക്കെ മാറില്ലേ എന്നൊക്കെയാണ് മച്ചമ്പി ഉദ്ദേശിക്കുന്നത്. നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് മീ ബട്ട് യു. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. നിങ്ങളാണ് എന്നെ സഹിച്ചിരുന്നത്, നിങ്ങളാണ് എൻ്റെ സ്വഭാവം സഹിച്ചത്, നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു എംപറർ ആയിരുന്നു, ഒരു ക്യൂനായിരുന്നു. നിങ്ങൾ എന്നെ എംപററിനെ പോലെ പെരുമാറി, ഒരു ലീഡറിനെ പോലെ നിങ്ങളുടെ അടുത്ത് ഞാൻ ട്രീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ക്യൂനായിരുന്നു, ആ ഒരു പദവിയൊക്കെ ആയിരുന്നു. നിങ്ങളെ ഞാനായിരുന്നു നയിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയപ്പോ ഞാൻ അവിടെ അടിമയായി പോയി. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അടിമ, അവര് പറയുന്നത് കേട്ട് പോകുന്ന ആളായി പോയി. അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്റെ സാഹചര്യം നീ മനസ്സിലാക്കി പെരുമാറുമായിരുന്നു. ഞാൻ എന്താണെന്നും എന്റെ സാഹചര്യം എന്താണെന്നും എന്നോടുള്ള സ്നേഹം എല്ലാം നീ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവരാരും എന്നെ മനസ്സിലാക്കുന്നില്ല. കൊള്ളാം. ഐ ആം ഒബ്സസ്ഡ് വിത്ത് യു. അതായത് എനിക്ക് നിന്നോട് അഭിനിവേശമാണ്. അല്ലെങ്കിൽ അതായത് മനസ്സിലായില്ലേ എൻ്റെ മീനിങ് എന്താണ്? അഭിനിവേശം തന്നെ. അതായത് അത് തന്നെ. എനിക്ക് നിന്നോട്, അതായത് ചിലപ്പോ നിങ്ങൾ തമ്മിൽ ഒരു ഹസ്ബൻഡ് വൈഫ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്നത് ഇപ്പൊ പണ്ടൊക്കെയാണ് മാരീഡ് ആയിട്ടൊക്കെ ഹസ്ബൻഡ് വൈഫ് പോലെ ജീവിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ. അപ്പൊ അതുപോലെയൊക്കെ ജീവിച്ച ആളുകളായിരിക്കാം. നാളെ നിങ്ങളെ കല്യാണം കഴിക്കാം, മറ്റന്നാളെ നിങ്ങളെ കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട ആളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലവർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ പോലെ നിന്ന് നിങ്ങളുടെ
ഹസ്ബൻഡോ വൈഫിനെയൊക്കെ പോലെ നിന്ന് നിങ്ങളെ ട്രീറ്റ് ചെയ്ത ആളായിരിക്കാം. ഐ കാൺ ഡു ദിസ് റൈറ്റ് നൗ. അപ്പൊ പുള്ളി ഇപ്പൊ എന്തെങ്കിലും കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുള്ളിനെ കൊണ്ട് അത് നടത്താൻ പറ്റില്ല, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിനെ കൊണ്ട് നടത്താൻ പറ്റില്ല. ഡോണ്ട് ട്രീറ്റ് മീ ദ വേ യു ഡു, ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ്. എനിക്ക് തോന്നുന്നു ഈ വ്യക്തിനേക്കാളും കൂടുതൽ നിങ്ങളായിരിക്കും സ്നേഹിച്ചത്. ഈ വ്യക്തിനേക്കാളും കൂടുതൽ നിങ്ങളായിരിക്കും നല്ല രീതിക്ക്, നിങ്ങളായിരിക്കും മെന്റലി കൂടുതൽ കണക്ട് ആയിട്ടുള്ളതും, കൂടുതൽ സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതും, എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും എഫേർട്ട് ഇടുന്നത് നിങ്ങളായിരിക്കും. അപ്പൊ അതിനൊന്നും അർഹനല്ല എന്നാണ്, അല്ലെങ്കിൽ അർഹയല്ല എന്നാണ് മച്ചമ്പി ഉദ്ദേശിക്കുന്നത്. ഐ ആം ബ്ലോക്ക്ഡ്. ഇപ്പൊ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിയുടെ അടുത്താണെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഞാൻ പെട്ട് കിടക്കുവാണ് എന്നുള്ള ഒരു രീതിയിലാണ് മച്ചമ്പി ഉദ്ദേശിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ആളുടെ മെസ്സേജസ്. നമുക്ക് ഒറ്റ ഒരു മെസ്സേജും കൂടി നോക്കാം. യു ആർ സോ ഡിഫറെന്റ് ഫ്രം എവറി വൺ അറൌണ്ട് മീ. അതായത് നിങ്ങൾ വ്യത്യസ്തനാണ്, നിങ്ങൾ ഭയങ്കര അതായത് പുള്ളി ഇപ്പൊ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് വേണ്ട രീതിയിലുള്ള പരിഗണനയോ, അല്ലെങ്കിൽ പുള്ളി ഇത്ര നാൾ നിങ്ങളെ റൂൾ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പുള്ളി ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഭരണം നിർവഹിച്ചിരുന്നത്. അപ്പൊ ഇപ്പൊ ഏതെങ്കിലും ഒരു ആളുടെ അടുത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ആയി പോയിട്ടുണ്ടെങ്കിൽ അവരാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഈ പുള്ളിക്കാരത്തിനെ ഭരണനിർവഹണങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ റൂൾ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും എല്ലാത്തിൽ നിന്നും പുള്ളിയുടെ ചുറ്റിനും, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ചുറ്റിനും ജീവിക്കുന്ന എല്ലാവരെക്കാളും വളരെയധികം വ്യത്യസ്തയാണ് നിങ്ങൾ, അല്ലെങ്കിൽ വ്യത്യസ്തനാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓപ്പർച്യൂണിറ്റി, let go, ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. അതായത് കുറെ കാര്യങ്ങൾ നിങ്ങളെ ബേസ് ചെയ്തിരിക്കും. ഇറ്റ്സ് അപ് ടു യു. ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സഹകരിക്കണം. സന്തോഷവും നിന്നിൽ തന്നെ, സങ്കടവും നിന്നിൽ തന്നെ എന്ന് പറയുന്ന പോലെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മൾ ഒരാള് സന്തോഷിപ്പിക്കണം, നമ്മളുടെ ലൈഫിൽ വന്ന് ഒരാളെ സന്തോഷിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയേ ഉള്ളൂ. എല്ലാരും അവരവരുടെ കാര്യങ്ങൾ നോക്കി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ഒരാൾ വന്ന് സന്തോഷിപ്പിച്ചാലേ നമ്മൾ സന്തോഷിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതകാലം മുഴുവൻ അവിടെ ഇരുന്ന് പോവുകയുള്ളൂ. നിങ്ങളിപ്പോ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഇരിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ സന്തോഷം എവിടെയാണ് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷവും കാര്യങ്ങളെല്ലാം തന്നെത്താനെ വരും. ഓക്കെ, ബിഗ് ഹാപ്പി ചേഞ്ചസ്, ഓപ്പർച്യൂണിറ്റി. ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ ഒരു ബിസിനസ്സോ, അല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു എന്താ പറയാ, ഒരു പ്രൊമോഷനോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ജോലിക്ക് ശ്രമിക്കുക, അബ്രോഡ് പോകാനോ, അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന സിറ്റുവേഷനേക്കാളും കുറച്ചുകൂടി സാമ്പത്തികപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നുണ്ട്. പക്ഷേ ലെറ്റ് ഗോ. നിങ്ങൾ അയ്യോ എന്നെ അവൻ അങ്ങനെ കാണിച്ചു, എന്നെ ഇവളിങ്ങനെ കാണിച്ചു, എന്നെ ഇവൾ അങ്ങനെ പറഞ്ഞു, ഞാൻ വിഷമിക്കുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഞാൻ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നു, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന് നിങ്ങൾ ലെറ്റ് ഗോ സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ അടുത്തോട്ട് വരില്ല. ഗെറ്റ് മോർ ഇൻഫോർമേഷൻ. അതായത് നിങ്ങൾ ജീവിതത്തിൽ ഇപ്പൊ ഈ വ്യക്തിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ചില ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുത്താനുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹം കൊണ്ട്, നിങ്ങളുടെ സ്നേഹക്കൂടുതൽ കൊണ്ട് ഈ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ണടച്ചു വെക്കുന്നുണ്ടാവാം. എനിക്ക് ഇയാളെ മതി, എനിക്ക് ഈ സ്ത്രീനെ മതി, അല്ലെങ്കിൽ എനിക്ക് ഈ മനുഷ്യനെ മതി എന്നും പറഞ്ഞ് അത് നിങ്ങളുടെ സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഒരു ക്ലാരിറ്റി വരുത്തുക. കാരണം എപ്പോഴും നമ്മള് ചതിയന്മാരുടെ പിന്നാലെയോ, അല്ലെങ്കിൽ ചതിക്കുന്ന സ്ത്രീകളുടെ പിന്നാലെയോ പോയിട്ട് യാതൊരുവിധ കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ലൈഫിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അടുത്തോട്ട് നമ്മൾ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി വരുത്തുക. ഇനി ഇയാൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും പരിപാടികളൊക്കെ ഒപ്പിക്കുമോ, ഇയാൾക്ക് ഇപ്പോഴും തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടോ, ഇയാൾ എന്താണ് കാര്യങ്ങളെന്നൊക്കെ കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തുക. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ചിലപ്പോൾ നിങ്ങൾ
ഈ കുറച്ചാഴ്ചകൾക്കുള്ളിൽ ചിലപ്പോൾ റീയൂണിയൻ ആകാം, അല്ലെങ്കിൽ കുറച്ചാഴ്ചകൾക്കുള്ളിൽ ഈ വ്യക്തിനെ പറ്റി പല ന്യൂസുകളാകാം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരുന്നതാകാം, നിങ്ങളുടെ മനസ്സിൻ്റെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കാം. അസ്ക് യുവർ ഏഞ്ചൽസ്, അതായത് നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട്, മനസ്സിലായോ? നിങ്ങൾക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല, അങ്ങനെയല്ല. എല്ലാ ആളുകൾക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സർക്കിൾ ഉണ്ട്. പക്ഷെ നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ച് അത് മാറ്റുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാതെ പിന്നെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ആ സിറ്റുവേഷനിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ യൂണിവേഴ്സ് രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞാലും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം എല്ലാത്തിനും താമ്പാതി ദൈവം പാതി എന്നല്ലേ. നമ്മളെ രക്ഷപ്പെടുത്താനുള്ള പല മാർഗങ്ങളും പല രീതിയിൽ കൂടി പല ആളുകളിൽ കൂടി കാണിച്ചു തരും. അപ്പൊ അതിന് നമ്മൾ സഹകരിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു, നമ്മൾ പ്രസന്റിൽ ജീവിക്കുക. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി അതിൻ്റെ നമുക്ക് ഒരു കാര്യങ്ങളും മാറ്റം വരുത്താൻ പറ്റില്ല, അത് പാസ്റ്റാണ്. അതിൽ ഒരു കാര്യം നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല, മനസ്സിലായോ? ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എ ഇയർ ഫ്രം നൗ. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാരേജ് സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നടക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ നടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അത് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും. അല്ലാതെ നമ്മൾ അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മൾ സ്വന്തമായിട്ട് ഈ പ്രഷർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വളരെ ചെറുപ്പത്തിലെ വലിച്ചു കയറ്റി നമ്മൾ കിടന്ന് ബുദ്ധിമുട്ടുണ്ടാക്കി അത് 2 ദിവസം 3 ദിവസമൊക്കെ ആളുകൾ വന്ന് നോക്കും. അത് കഴിയുമ്പോൾ മറ്റുള്ളവർ, വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഉപേക്ഷിക്കും. അവർക്കും എല്ലാവരും ബാധ്യതയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നമ്മളുടെ സക്സസിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരു പരിപാടിയും വരില്ല. വെറുതെ നമ്മൾ കസേരപ്പുറത്ത് കയറി ഇരുന്ന് അല്ലെങ്കിൽ സോഫയിൽ ഇരുന്ന് വിഷമിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കും. നിങ്ങളെ ചതിച്ച ആളുകളും നിങ്ങളെ വഞ്ചിച്ച ആളുകളും അപ്പുറത്ത് നല്ല രീതിയിൽ സന്തോഷിക്കുകയാണ്. നമ്മൾ ബ്രേക്കപ്പ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, കരകയറാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതിന് നമ്മൾ വർഷങ്ങളോളം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ തകർക്കുവാണ്, നമ്മളെ സ്വന്തമായിട്ട് നമ്മൾ തന്നെ കൊല്ലുവാണ്. അപ്പൊ അതൊന്ന് മാറ്റുക. നമ്മൾ വിഷമിച്ച് ബുദ്ധിമുട്ടി അനുഭവിക്കാതെ നമ്മൾ തന്നെ എഴുന്നേറ്റ് നമ്മൾ തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഒരു സമയമില്ലേ, അതൊക്കെ ചിന്തിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി പോസിറ്റീവായിട്ട് എല്ലാവരും ചിന്തിക്കുക. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.